ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റീക്രിയേറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്മാൻ എന്ന സിനിമയിലെ ലിജോ മോൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു മാലയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് കുറച്ച് കറുത്ത ഇതുപോലത്തെ ബീഡ്സ് ആണ്. ഒരു 5-6 മതി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് നമുക്ക് 3 മണി വേണം. അപ്പോൾ ആ 3 മണി നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്നത് സ്റ്റോപ്പറാണ്. അപ്പം അതും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് വേണ്ടുന്നത് ഗിയർ വെയർ ആണ്. അപ്പോൾ ഗിയർ വെയർ ഞാൻ ഗോൾഡ് കളറിലുള്ള ഗിയർ വെയർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് നമ്മുടെ കഴുത്ത് ചുറ്റി ഉള്ള അളവിന് മാത്രം മതി. പക്ഷേ 2 സെറ്റായിട്ട് നമുക്ക് എടുക്കണം. കാരണം 2 ടൈപ്പിലുള്ള മാലകളാണ് അത് യോജിച്ച് ഒന്നാക്കി അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അതുപോലെ 2 എണ്ണത്തിന് വേണം. അപ്പം നമുക്ക് അതും ഒന്ന് കഴുത്തിന് അളവെടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം ഒരു സ്റ്റോപ്പർ എടുത്തിട്ടുണ്ട്. സ്റ്റോപ്പർ എടുത്തിട്ട് നമ്മൾ ഗിയർ വെയറിലോട്ട് കൊരുത്ത് കൊടുത്തിട്ട് ഒരു നിശ്ചിത അകലം വിട്ടിട്ട് നമ്മളത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതാണ് അവിടെ ഒന്ന് സ്റ്റോപ്പാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു 3 മണി നമ്മൾ കൊരുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ഇതുപോലെ വന്ന് ഈ സ്റ്റോപ്പറിൻ്റെ അടുക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റോപ്പർ കിടക്കുന്നത് കൊണ്ട് അത് പുറത്തേക്ക് പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൊരുത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ബീഡാണ്. അപ്പോൾ ബ്ലാക്ക് ബീഡ് നമ്മൾ കൊരുത്ത് കൊടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 3 മണിയാണ് കൊരുത്ത് കൊടുക്കുന്നത്. അപ്പം അതും അവിടെ വന്നിങ്ങനെ ഒരു സെറ്റായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു സ്റ്റോപ്പറാണ് കേട്ടോ വീണ്ടും കൊരുത്ത് കൊടുക്കേണ്ടത്. ആ സ്റ്റോപ്പർ കൊരുത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ പ്രഷർ വെച്ച് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ. അപ്പം നമ്മളുടെ ഒരു സെറ്റ് സംഭവം ഇവിടെ ഒന്ന് ആയിരിക്കുകയാണ്. അപ്പം ഇതേ പ്രോസസ്സിങ് ഇനി നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. നമ്മളൊരു നിശ്ചിത അകലം വിടുക, നമ്മളൊരു സ്റ്റോപ്പർ ഇട്ട് പ്രസ് ചെയ്യുക, അതിനുശേഷം നമ്മളൊരു 3 മണി ഇടുക, അപ്പം അതിനുശേഷം നമ്മളൊരു ബ്ലാക്ക് ബീഡ് ഇടുക, പിന്നെ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു 3 മണിയും കൂടി ഇടുക, അതിനുശേഷം നമ്മളൊരു സ്റ്റോപ്പറും കൂടി ഇട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്യുക. ഓക്കെ. ഇപ്പം നമ്മൾ ഒരുപോലത്തെ 2 സെറ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം ഒരു 6 സെറ്റ് മൊത്തം നമുക്കൊരു 6 സെറ്റ് ഇതുപോലെ ശരിയാക്കണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ആ ഒരു ഗ്യാപ്പ്, ആ ഒരു അകലം തുല്യമായിരിക്കണം. ഓക്കെ. അപ്പോൾ ബാക്കി സെറ്റും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. നമ്മൾ ഗിയർ വെയറും കൂടെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കൊരുത്ത് പോകാം കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു 6 സെറ്റ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളുടെ കഴുത്തിലോട്ടൊന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഇതിന് പാരലായിട്ട് തന്നെ നമുക്ക് വേറൊരു സെറ്റും കൂടെ ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് ചെറിയ ഗോൾഡ് ബീഡാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഒരു സ്റ്റോപ്പറാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. മറ്റേ മാല പോലെ തന്നെ ഒരു സ്റ്റോപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു 3 മണി എടുത്തിട്ട് നമ്മൾ 2 3 മണിയാണ് അങ്ങോട്ടത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 മണി 2 എണ്ണം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു സ്റ്റോപ്പർ വെച്ച് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. ക്ലോസ് ചെയ്യാനായി നമ്മൾ ആ സ്റ്റോപ്പർ നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ 2 ഗോൾഡ് ബീഡ് അവിടെ ഫിക്സായിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്കിത് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു നിശ്ചിത ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ വീണ്ടും സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുന്നു, 2 3 മണി ഇട്ട് കൊടുക്കുന്നു, വീണ്ടും സ്റ്റോപ്പർ ഇട്ട് അത് ക്ലോസ് ചെയ്യുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഇതും ഒരു 6 സെറ്റ് നമുക്കൊന്ന് ശരിയാക്കി എടുക്കാമേ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതിൻ്റെ പാരലായിട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് പാരലായിട്ട് ഇത് വരണ്ട. ഇത് കുറച്ച് ഷഫിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരുന്നാൽ മതി. അതായത് നേർക്ക് ബ്ലാക്ക് ബീറ്റിൻ്റെ നേർക്ക് ഇത് വരണ്ട കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതിയേ. അപ്പം നമ്മൾ അടുത്ത ആ ഒരു ലൈന് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് അത് ഇരിക്കുന്നത്, കണ്ടില്ലേ? അപ്പം നമുക്ക് ഇതും കഴുത്തിലേക്ക് വെച്ച് ഒന്ന് അളവൊക്കെ നോക്കാം. അപ്പോൾ ഇത് ഒരു ഇച്ചിരി ചെറുതായിട്ടിരുന്നാൽ മതി. മറ്റേ ബ്ലാക്കിൻ്റെ ആ ഒരു മാല വേണം കുറച്ചും കൂടെ വലുതായിട്ടിരിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടിരുന്നാൽ മതി. അപ്പം നമ്മൾ ഇതിൻ്റെ അളവുകൾ നമ്മളൊന്ന് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്യുകയാണ് അടുത്തത്. അതിനായിട്ട് നമ്മൾ ഈ 2 മാലകളും ഒന്നിച്ച് വെച്ചിട്ട് അതിൻ്റെ ഗിയർ വയറുകൾ ചേർത്ത് വെച്ച് നമ്മളൊരു സ്റ്റോപ്പർ 2 എണ്ണത്തിൽ കൂടെ ഒന്നിച്ച് നമ്മൾ കടത്തി വിടുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ചും കൂടെ ചെറുതാക്കേണ്ട മാല ആ ഗോൾഡ് ടൈപ്പ് മാലയാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മറ്റേ ഗോൾഡ് ടൈപ്പ് കുറച്ച് വലിച്ചിട്ട് നമ്മൾ പ്രഷർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വശവും നമ്മൾ അതേപോലെ എടുത്തിട്ട് നമ്മളൊന്ന് നോക്കിയിട്ട് നമ്മൾ ആ ഒരു ഗിയർ വയറുകളിലേക്ക് ആ ഒരു
സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്യുക. എന്നിട്ട് ബാലൻസ് വരുന്ന ആ ഗോൾഡ് ടൈപ്പ് മാലയുടെ ബാലൻസ് വരുന്ന ഗിയർ വയറൊക്കെ നമ്മൾ വെട്ടിക്കളയുക. കാരണം ഒരു ഗിയർ വയറിൽ മാത്രം പിന്നെ അത് നിന്നാൽ മതി കേട്ടോ. കാരണം നമുക്കിനി അതിനകത്ത് ഓരോന്നിലും നമുക്ക് കൊളുത്തും കൂടെ നമുക്ക് യോജിപ്പിക്കാനുണ്ട്. അപ്പം നമുക്ക് അതിന് ഒരു ഗിയർ വയറിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പം ബാക്കി അതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയുക. ഓക്കെ. അപ്പം ഇപ്പം നമ്മളുടെ മാല നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കൊളുത്തും കൂടെ ഒന്ന് ഇട്ട് നോക്കാം. കൊളുത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അപ്പുറം ആ ഒരു വട്ടക്കണി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു എസ് കൊളുത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്കത് ചെയിൻ ഹൂക്കോ നമുക്ക് എന്ത് വേണമെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള കൊളുത്തുകൾ വെച്ച് കൊടുക്കാമേ. ഫിഷ് ഹൂക്കോ ചെയിൻ ഹൂക്കോ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം നമ്മുടെ മാല ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ കഴുത്തിൽ മറ്റേ മാല കിടക്കുന്നത് കൊണ്ട് ഇതൊന്നും കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ. അങ്ങനെ നമ്മുടേതായി ഈ ഒരു മാല റീക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വളരെ ഭംഗിയായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? അപ്പം നിങ്ങൾ കമൻറ്റ് പറയുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു പുതിയ വ്ലോഗിൽ കാണാം.